രാഹുൽ മാങ്കൂട്ടവുമായി കൂടിക്കാഴ്ച നടത്തി വി കെ ശ്രീകണ്ഠൻ എം പി അടൂരിലെ സ്വകാര്യ ഹോട്ടലിൽ വെച്ചായിരുന്നു കൂടിക്കാഴ്ച. കോൺഗ്രസിൽ നിന്ന് രാഹുലിനെ പുറത്താക്കിയിരുന്നു. പ്രതിപക്ഷ നേതാവ് നയിക്കുന്ന പുതിയുഗ യാത്രയുടെ ഭാഗമായിട്ടാണ് വി കെ ശ്രീകണ്ഠൻ എം പി എത്തിയത്. ഇന്ന് കൊല്ലം ജില്ലയിലാണ് ഈ യാത്രയുടെ പര്യടനം. പക്ഷേ അതിൻ്റെ കൂടെ പോകാതെ അടൂരിൽ തങ്ങിയാണ് ഇന്ന് രാഹുൽ മാങ്കൂട്ടവുമായി വി കെ ശ്രീകണ്ഠൻ കൂടിക്കാഴ്ച നടത്തിയത് എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നു. ഇപ്പോൾ സുജു ടി ബാബു ചേരുകയാണ്. സുജു, ഈ യാത്രയുടെ ഭാഗമായി എത്തിയ ഒരാൾ അതിൻ്റെ കൂടെ പോകാതെ അവിടെ അടൂരിൽ തങ്ങി രാഹുൽ മാങ്കൂട്ടവുമായി കൂടിക്കാഴ്ച നടത്തിയത് എന്തിനാണ്? എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ഷമീദിൽ പ്രതിപക്ഷ വി ഡി സതീശനാണ് മറുപടി നൽകേണ്ടത്. തൻ്റെ ഒപ്പം സ്ഥിരാംഗമായി യാത്രയ്ക്കെത്തിയ വി കെ ശ്രീകണ്ഠൻ എങ്ങനെയാണ് അടൂരിൽ തങ്ങി രാഹുൽ മാങ്കൂട്ടത്തിനുമായി കൂടിക്കാഴ്ച നടത്തുന്ന? പലപ്പോഴും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ രാഹുലിനെതിരാണ് ശക്തമായ നിലപാട് സ്വീകരിച്ചതെന്ന പ്രതിനിധിയാണ്, അല്ലെങ്കിൽ അത്തരമൊരു ഇമേജ് സൃഷ്ടിക്കാൻ കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങൾ പലതും ശ്രമിക്കുന്നുണ്ട്. അത്തരത്തിൽ വാർത്തകളുമാണ് നൽകുന്നത്. ആ വാർത്തകളൊക്കെ നിലനിൽക്കുകയാണ്. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനൊപ്പം വന്ന വി കെ ശ്രീകണ്ഠൻ എം പി രാഹുലുമായിട്ട് 40 മിനിറ്റിലധികം നേരം കൂടിക്കാഴ്ച നടത്തുന്നു. പ്രതിപക്ഷ നേതാവിൻ്റെ ദൂതനായിട്ടാണോ വി കെ ശ്രീകണ്ഠൻ എം പി രാഹുലുമായി കൂടിക്കാഴ്ച നടത്തിയെന്നുള്ള കാര്യത്തിൽ പ്രതിപക്ഷ വി ഡി സതീശനാണ് മറുപടി നൽകേണ്ടത്. നമുക്കറിയാം, പുതിയുഗയുടെ യാത്രയുടെ ഭാഗമായി തന്നെ സ്ഥലത്തെ പ്രധാനപ്പെട്ട വ്യക്തികളും സാധാരണ ആളുകളുമായി കൂടിക്കാഴ്ചയും സംവാദ പരിപാടികളും പ്രതിപക്ഷ നേതാവ് നടത്തുന്നുണ്ട്. അത്തരത്തിലെ സംവാദ പരിപാടിയുടെയും അല്ലെങ്കിൽ അത്തരം ചർച്ചകളുടെ തുടർച്ചയായിട്ട് ശ്രീ വി കെ ശ്രീകണ്ഠൻ എം പിയെ പാലക്കാട് എം പിയെ രാഹുലിനെടുക്ക് പറഞ്ഞു വിട്ടത് പ്രതിപക്ഷ നേതാവാണെന്ന് ഉത്തരം പറയേണ്ടത് വി ഡി സതീശനാണ്. അല്ലെങ്കിൽ എന്തിനാണ് പുതിയുഗയുടെ യാത്രയുടെ ഭാഗമായി വരികയും വി കെ ശ്രീകണ്ഠൻ എം പി അടൂരിൽ തുടർന്ന് രാഹുലുമായി പ്രഭാതത്തിൽ ഒരു ഹോട്ടലിൽ പരസ്യമായി ചർച്ചയിൽ ഏർപ്പെട്ടെന്നുള്ള കാര്യത്തിൽ പ്രതിപക്ഷ നേതാവ് മറുപടി നൽകണം. എടുത്ത് പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾ പുരോഗമിക്കുകയാണ്. ആ ഘട്ടത്തിലാണ് പ്രതിപക്ഷ നേതാവിനൊപ്പം ജാഥയിൽ സ്ഥിരാംഗമായി എത്തിയ വി കെ ശ്രീകണ്ഠൻ എം പി അടൂരിലെത്തി രാഹുൽ മാങ്കൂട്ടത്തിലുമായി ചർച്ച നടത്തുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ രാഹുലിനോട് വിശ്വാസത്തെടുത്ത് മുന്നോട്ട് പോകാനാണോ വി കെ ശ്രീകണ്ഠൻ്റെയും വി ഡി സതീശിൻ്റെയും സമീപനം? അങ്ങനെ കോൺഗ്രസ് പാർട്ടിയുടെ ഒറ്റക്കെട്ടായ തീരുമാനമാണോ രാഹുലുമായുള്ള രഹസ്യ ചർച്ച എന്ന കാര്യത്തിലാണ് ഇനി പ്രതിപക്ഷ നേതാവും കോൺഗ്രസ് നേതൃത്വമാണ് മറുപടി പറയേണ്ടത്. രാഹുലിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയെന്ന് പറയുമ്പോൾ ഇതേ വി കെ ശ്രീകണ്ഠൻ ഉൾപ്പെടെയുള്ള കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ ആരും തന്നെ രാഹുൽ പാലക്കാട് മത്സരിക്കില്ലെന്ന് തറപ്പിച്ചു പറയാൻ ഇതുവരെയും തയ്യാറായിട്ടില്ല. രാഹുൽ മാങ്കൂട്ടിനെ സംബന്ധിച്ചോളം PR വർക്കുകളും വെള്ളപൂശൽ അഭിമുഖങ്ങളും തുടരുകയാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പേ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് മുമ്പേ തിരികെ പാർട്ടിയിലെത്തി പാർട്ടിയിൽ മത്സരിക്കാനുള്ള നീക്കവും രാഹുൽ നടത്തുന്നുണ്ട്. ആ നീക്കത്തിന് ശക്തി പകരുന്നതാണ് വി കെ ശ്രീകണ്ഠനുമായുള്ള കൂടിക്കാഴ്ച. ലൈംഗിക പീഡന കേസിനെ തുടർന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പുറത്തായിരിക്കുന്നത് പാർട്ടിയിൽ നിന്ന്. എന്നാൽ രാഹുലിനെ ഇപ്പോഴും ചേർത്ത് പിടിക്കുകയാണ് കോൺഗ്രസ് നേതൃത്വം. ഷമി, തീർച്ചയായും രാഹുലിനെ അങ്ങനെയൊന്നും തള്ളിക്കളയാൻ കോൺഗ്രസിലെ പല നേതാക്കൾക്കും കഴിയുന്നില്ല എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഒരർത്ഥത്തിൽ രാഹുലിനോട് ഒരു ഭയത്തോടുകൂടി, അല്ലെങ്കിൽ രാഹുൽ എന്തെങ്കിലും വെളിപ്പെടുത്തുമോ എന്ന ഭയം പല കോൺഗ്രസ് നേതാക്കൾക്കും ഉണ്ട് എന്നുള്ളത് നേരത്തെ തന്നെ നമുക്ക് വ്യക്തമായിട്ടുള്ള കാര്യമാണ്. ഇപ്പോഴും രാഹുലിൻ്റെ ഒരു അദൃശ്യ നിയന്ത്രണം ഈ നേതാക്കന്മാർക്ക് മുകളിൽ ഉണ്ട് എന്നുള്ളതല്ലേ വ്യക്തമാകുന്നത്? തീർച്ചയായിട്ടും പുതിയുഗ യാത്രയെന്നാണ് വി ഡി സതീശൻ അവകാശപ്പെടുന്നത്. ഇതാണോ പുതിയുഗ യാത്ര എന്ന ചോദ്യമാണ് പ്രധാനമായി വരുന്നത്. അതായത് അവിശുദ്ധ കൂട്ടുകെട്ടിൻ്റെയും ലൈംഗിക പീഡനക്കേസിൽ പാർട്ടിയിൽ നിന്ന് പുറത്തായ MLAയോട് ചർച്ച നടത്തുന്നതാണോ പുതിയുഗം എന്നാണ് ഇനി വി ഡി സതീശനും കോൺഗ്രസും വ്യക്തമാക്കേണ്ടത്. എന്തായാലും പ്രതിപക്ഷ നേതാവിൻ്റെ യാത്ര ഇത്തരത്തിൽ പീഡനക്കേസിൽ പ്രതിയായി പുറത്താക്കപ്പെടുന്ന MLAയോട് വ്യക്തിയോട് ചർച്ച നടത്താൻ ദൂതനെ നിയോഗിക്കുന്നതാണോ വി ഡി സതീശൻ്റെ യാത്ര എന്ന ചോദ്യമാണ് പ്രധാനമായി വരുന്നത്. എന്തായാലും പ്രതിപക്ഷ നേതാവും വി ഡി സതീശനുമൊക്കെ ഇപ്പോൾ വി ഡി സതീശനും പ്രതിപക്ഷ നേതാവായ വി ഡി സതീശനും ഒപ്പമുള്ള മറ്റ് സ്ഥിരാംഗങ്ങളും വെട്ടിലായിരിക്കുകയാണ്. പുതിയ യാത്രയിൽ സംസ്ഥാന സർക്കാരിനെ വിമർശിച്ച് മുന്നോട്ട് പോകുമ്പോഴാണ് സംസ്ഥാനത്ത് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കുറ്റവാളി എന്ന തരത്തിൽ വ്യാഖ്യാനിക്കപ്പെടുന്ന കോൺഗ്രസിൽ നിന്ന് രാഹുൽ മാങ്കൂട്ടത്തിനെ പുറത്താക്കിയിട്ടുണ്ടെങ്കിലും ഇപ്പോഴും രാഹുലും കോൺഗ്രസുമായിട്ടുള്ള ആ ബന്ധം സജീവമായി തന്നെ തുടരുന്നു എന്നുള്ളതാണ്. ഇന്ന് വി കെ ശ്രീകണ്ഠൻ എം പി അടൂരിൽ വെച്ച് രാഹുൽ മാങ്കൂട്ടവുമായി രഹസ്യ കൂടിക്കാഴ്ച നടത്തി. സുജു ടി ബാബുവാണ് വിശദാംശങ്ങൾ നൽകിയത്.